ഇന്നത്തെ നമ്മുടെ ടോപ്പിക് 2 ഡിഫറെൻറ്റ് ഫ്രേസസ് തമ്മിലുള്ള വ്യത്യാസം ആണ്. ഇൻ ഡേറ്റ് ആൻഡ് ഔട്ട് ഓഫ് ഡേറ്റ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഒരു കാര്യം ഇൻ ഡേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇറ്റ് ഈസ് സ്റ്റിൽ വാലിഡ്, ഇപ്പോഴും അതിന് വാലിഡിറ്റി ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് എക്സ്പയർഡ്, നമുക്കിപ്പോഴും അത് ഉപയോഗിക്കാം എന്നാണ് ഇൻ ഡേറ്റ് എന്നത്. ഇപ്പോൾ നമ്മളൊരു ഡോക്യുമെൻറ്റിനെ പറ്റി പറയുന്നു, ഡ്രൈവിംഗ് ലൈസൻസ്. ഈസ് യുവർ ഡ്രൈവിംഗ് ലൈസൻസ് സ്റ്റിൽ ഇൻ ഡേറ്റ് എന്ന് ചോദിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇപ്പോഴും അത് യൂസ് ചെയ്യാൻ പറ്റുമോ, അത് എക്സ്പയർഡ് ആയോ എന്നാണ്. ഈസ് ഇറ്റ് സ്റ്റിൽ വാലിഡ്? ഡോക്യുമെൻസിൻ്റെ കാര്യം മാത്രമല്ല, നമുക്ക് ഫുഡ്, ഡ്രിങ്ക്സ് ഒക്കെ പറയുമ്പോഴും നമുക്ക് ഇൻ ഡേറ്റ് ഉപയോഗിക്കാം. ഈസ് ദിസ് മിൽക്ക് സ്റ്റിൽ ഇൻ ഡേറ്റ് എന്ന് ചോദിച്ചാൽ ഈ മിൽക്ക് നമുക്ക് അത് എക്സ്പയർഡ് ആണോ, അതിൻ്റെ ഡേറ്റൊക്കെ കഴിഞ്ഞോ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡേറ്റ് ഇല്ലേ, ആ ഡേറ്റൊക്കെ കഴിഞ്ഞോ, അല്ലെങ്കിൽ ഇൻ ഡേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആ ഡേറ്റ് കഴിഞ്ഞിട്ടില്ലേ. ഈസ് ഇറ്റ് സ്റ്റിൽ വാലിഡ്? ഈസ് ദിസ് മിൽക്ക് സ്റ്റിൽ ഇൻ ഡേറ്റ്? ഈ മിൽക്ക് ഇപ്പോഴും ഇൻ ഡേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതിനർത്ഥം ക്യാൻ യു സ്റ്റിൽ ഡ്രിങ്ക് ഇറ്റ് എന്നാണ്. ഇപ്പോഴും അത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇനി ഔട്ട് ഓഫ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ ഡേറ്റ് എന്ന് പറയുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇറ്റ് ഈസ് നോ ലോങ്ങർ വാലിഡ്, ഇറ്റ്സ് എക്സ്പയർഡ്. മൈ ഡ്രൈവിംഗ് ലൈസൻസ് ഈസ് ഔട്ട് ഓഫ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ആ ഒരു വാലിഡിറ്റി പീരീഡ് കഴിഞ്ഞു. ദ മിൽക്ക് ഈസ് ഔട്ട് ഓഫ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ വി കാൺട്ട് ഡ്രിങ്ക് ഇറ്റ് എന്നർത്ഥം. ഔട്ട് ഓഫ് ഡേറ്റ് എന്നത് നമുക്ക് ഡ്രസ്സസിനെ പറ്റിയൊക്കെ പറയുമ്പോഴും ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, അത് ഓൾഡ് ഫാഷൻഡ് ആയി, അത് കുറേ നാൾക്ക് മുമ്പൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്, ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നതിനും നമുക്ക് ഔട്ട് ഓഫ് ഡേറ്റ് ഉപയോഗിക്കാം. ഓൾഡ് ഫാഷൻഡ് എന്ന മീനിങ്ങിലാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. ദിസ് ഡ്രസ് ഈസ് റിയലി ഔട്ട് ഓഫ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ഡ്രസ് ഈസ് ഓൾഡ് ഫാഷൻഡ് എന്നാണ്. അപ്പോൾ ഇൻ ഡേറ്റ് എന്താണ്, ഔട്ട് ഓഫ് ഡേറ്റ് എന്താണ് എന്ന് മനസ്സിലായില്ലേ?